ഹലോ ഗൈസ്, നിങ്ങൾക്ക് നെയ്യപ്പം ഇഷ്ടമാണോ? എനിക്ക് വല്ലാണ്ട് ഇഷ്ടമില്ലെങ്കിലും ഇത് കാണുമ്പോൾ എങ്ങനെയല്ലേ കഴിക്കാണ്ടിരിക്കുക. ആദ്യം വിചാരിച്ചത് കടയിൽ നിന്ന് മേടിച്ചതാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഉണ്ടാക്കിയതാണെന്ന്. ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ് കേട്ടോ. കാണാനുള്ള ആ ഒരു ഭംഗി കൊണ്ട് റെസിപ്പി കയ്യോടെ അങ്ങ് മേടിച്ച് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരട്ടെ. 2 കപ്പ് പച്ചരി വെള്ളത്തിൽ 2 വട്ടം ഒന്ന് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. ഉച്ചയ്ക്ക് കുതിർത്ത് ബാക്കി പണി ചെയ്തത് രാത്രിയിലാണ് കേട്ടോ. ഇനി 3 ആണി ശർക്കര ശകലം വെള്ളത്തിലൊന്ന് പാവ് കാച്ചിയെടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് ഏലക്കായും 3 സ്പൂൺ മൈദയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് ശകലം വെള്ളത്തിൽ തരിതരിപ്പായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. മഷി പോലെ ഒരിക്കലും അരച്ചെടുക്കരുതേ. പിന്നെ അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടാതെ നോക്കണം. നമുക്ക് ശർക്കര പാനി ഒഴിക്കാനുള്ളത്. ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇനി പാവ് കാച്ചി വെച്ച ശർക്കര ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ആ ശർക്കര പാനി മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത് അരി അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവരുതെന്ന്. ഇതിലേക്ക് 1 സ്പൂൺ റവയും നെയ്യപ്പത്തിന് നെയ്യായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ, അതുകൊണ്ട് 1 സ്പൂൺ നെയ്യും കുറച്ചധികം തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ജൂഡിയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് മയക്കത്തിലാണ്. അപ്പോഴേ നമ്മൾ ഈ നെയ്യപ്പ കൂട്ടിന്റെ പണി ചെയ്തത് രാത്രിയിലാണ്. ഇനി നെയ്യപ്പം ചുടുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. രാവിലെ ആകുമ്പോഴേക്ക് ഈ മാവ് കുറച്ചുകൂടെ അങ്ങ് തിക്കായിട്ട് വരും. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഒരു തവി മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടും തീ വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. നെയ്യപ്പം താനെ പൊങ്ങി വരും. ഇനി പൊങ്ങാൻ ചെറിയൊരു മടി ഉണ്ടെങ്കിൽ എണ്ണ കുറേശ്ശെയായിട്ട് മുകളിലേക്ക് തേവി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത് ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെയാണോ നെയ്യപ്പം ഉണ്ടാക്കുക? അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.